ഇംഗ്ലീഷിലേക്ക് മെസ്സേജ് അയക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, അദ്ദേഹം എന്തൊരു കഥ, അക്ബറിനെ പറ്റിയ ഒരു കഥയായിരിക്കും എഴുതി തന്നേക്കുന്നത്. അപ്പം അത് കറക്റ്റ് മലയാളത്തിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം? ഈ പച്ച ഇതുകൊണ്ട് ഓപ്ഷൻ ലെൻസ് ഇതിലേക്ക് നേരെ വലിച്ചിട്ട് അപ്പോൾ എഴുതിയേക്കുന്നുണ്ട്, അക്ബർ ചക്രവർത്തി ഒരിക്കൽ വിരലിനോട് പറഞ്ഞ് ചുമരിൽ വാചകം എഴുതണം, എന്നാൽ നിർബന്ധമുണ്ട് ഈ വാക്യ സന്തോഷകര മാനസികാവസ്ഥയിൽ സങ്കടവും ദുഃഖവും ഗതിക്ക് സന്തോഷമായിരിക്കണം എഴുതി, അങ്ങനെയൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, അതൊക്കെ എങ്ങനെയാണ്? അതായത് നമുക്ക് ഏകദേശം ഞാൻ പറയില്ല 85% നമുക്ക് പക്ക മലയാളത്തിലേക്ക് ഇംഗ്ലീഷ് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇംഗ്ലീഷ് എന്ന് കേട്ടാൽ ഇനി കൂട്ടുകാർക്ക് ഭയം ഇനി ആവശ്യമില്ല. എങ്കിലും ഒരു കാര്യം പറയാം, ഈ ആപ്ലിക്കേഷൻ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്ത് പോകരുത്. കാര്യം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് നമ്മൾ മാക്സിമം നമ്മൾ ഇതിൻ്റെ മീനിങ്സ് മനസ്സിലാക്കിയ ശേഷം അത് നമ്മൾ മെമ്പറിലേക്ക് ഫീഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് അയക്കുന്ന മെസ്സേജുകൾ അതിൻ്റെ അർത്ഥങ്ങൾ സ്വയം മനസ്സിലാക്കി അവർക്ക് അതുപോലെ തിരിച്ച് ഇംഗ്ലീഷിലേക്ക് ടൈപ്പ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സ്റ്റഡി കാര്യത്തിന് ഉപയോഗിക്കുന്നത് ബെറ്ററാണ്. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഈ അറിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഈ വീഡിയോ പുതിയ കൂട്ടുകാരാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ നിങ്ങളുടെ ഫോണിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാൻ ഒരു ചിന്ന ബ്രേക്ക്.